ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂ വരാതിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചെമ്പനീർപ്പൂ ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ ശ്രുതി ആ 3 കോടി രൂപയുടെ വീട് മേടിക്കാൻ ഒരുങ്ങുകയാണല്ലേ. 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സച്ചിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രുതി എല്ലാവരോടും തങ്ങൾ മേടിക്കാൻ പോകുന്ന വീട്ടിൽ 2 ദിവസം താമസിക്കണമെന്നൊക്കെ പറയുന്ന നേരത്ത് ശ്രീകാന്ത് അത് സമ്മതിക്കുന്നില്ല. അതെല്ലാം ഇന്നത്തെ പ്രൊമോയിൽ കണ്ടതാണ്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, എന്തായാലും ശ്രീകാന്ത് നമുക്ക് അവിടെ വരെ പോകണം, 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ എന്തൊക്കെയൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. അതെന്തായാലും നമ്മൾ ഇവൻ്റെ കൂടെ നിന്നാൽ മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ. ഇവൻ എന്തോ കിണറിൽ ചാടാൻ പോകുന്നതാണ് തോന്നുന്നു എന്നൊക്കെയാണ് സച്ചി ശ്രീകാന്തിനോടായിട്ട് പറയാനല്ലേ. അപ്പോൾ ശ്രീകാന്തിനും അത് ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ ശ്രുതിയുടെ പുതിയ വീട്ടിലേക്കായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഓണർ എന്ന് പറയുന്ന വ്യക്തി ഇവരെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും 2 ദിവസം താമസിച്ചോളാനൊക്കെ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ശ്രുതിയോടായിട്ട് എഗ്രിമെൻറ്റിൽ എഴുതിയ പോലെ തന്നെ 25 ലക്ഷം രൂപ ഇവർ മേടിക്കുകയും ചെയ്യുന്നതിന് മേടിച്ചിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ സച്ചി രേവതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വേഗം തന്നെ ഇവർ റോങ് സൈഡിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ സച്ചി രേവതിയുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ തുടങ്ങുകയും സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഡ്രൈവർ ഇറങ്ങി വന്നതിന് ശേഷം സച്ചിനോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് കാറിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഈ ഒരു വീടിൻ്റെ ഓണറാണെന്ന് പറയുന്ന വ്യക്തി ഇറങ്ങി വന്നിട്ട് പറയുന്നത്, ഇതൊന്നും വലിയ പ്രശ്നമൊന്നും ആക്കുമൊന്നും വേണം, നമുക്ക് എത്രയും വേഗം ചെന്നൈയിലേക്ക് പോകേണ്ടതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോകട്ടെ. അപ്പോൾ ഇവരുടെ ഈ ഒരു ബഹളം കേട്ടുകൊണ്ട് തന്നെ ശ്രുതിയും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. സച്ചി രേവതി വന്നോടനെ തന്നെ ശ്രുതി ചോദിക്കുന്നു, നീ എന്തിനാ ഒരു വീടിൻ്റെ ഓണറോട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുന്ന സമയത്ത് അവരാണോ വീടിൻ്റെ ഓണറെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇതിലെന്തൊക്കെയോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് സച്ചി പറയുന്ന നേരത്ത് നീ എന്താ ഇനി ഇത് മുടക്കാൻ വന്നിരിക്കുകയാണോ ശ്രുതി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി പറയണം, മുടക്കണമെന്നൊരു ഉദ്ദേശം എനിക്കൊന്നുമില്ല, പക്ഷേ ആ വന്നിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഓണറാണെങ്കിൽ അവരെന്തിന് പ്രൈവറ്റ് വണ്ടിയിൽ പോകണം, ഇത്രയും വലിയ കോടീശ്വരന് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കാറില്ലേ എന്നൊരു സംശയം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാണെന്ന് രവിക്കും എല്ലാവർക്കും തോന്നുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അതേക്കുറിച്ച് നീ ടെൻഷൻ അടിക്കേണ്ടതില്ല, ഞാൻ എന്തായാലും ഒരു വീട് മേടിക്കാൻ തീരുമാനിച്ചു എന്ന് പറയണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി ചെറിയൊരു സൂചന ശ്രുതിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊരു വിലയും തന്നെ ശ്രുതിയോ കൽപ്പിക്കുന്നില്ല. ഒരു പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയുടെ വാക്ക് അവർ കേട്ടിരുന്നെങ്കിലും ഇത്രയും വലിയൊരു അപകടത്തിലേക്കായിട്ട് ശ്രുതി വീഴുകയില്ലായിരുന്നു. ശ്രുതി മേടിക്കാൻ പോകുന്ന ആ ഒരു വീടിൻ്റെ ഓണർ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ 2 കള്ളന്മാരാണ് കേട്ടോ. അവർ ഇതേ രീതിയിൽ തന്നെ വാടകയ്ക്ക് വീടെടുത്തതിന് ശേഷം തങ്ങളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് മറിച്ച് വിറ്റ് ബാക്കിയുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുന്നവരാണ്. അതേ രീതിയിൽ തന്നെ വലിയൊരു കിണയിലേക്ക് നമ്മുടെ ശ്രുതിയും വീഴാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഭാഗമാണ് അടുത്ത ആഴ്ച കാത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.